ഹബീബിന്റെ മുഅ്ജിസത്തിന്റെ വലുപ്പം മനസ്സിലാക്കാനത്രേ. ഹബീബിന്റെ തർബിയത്ത് കിട്ടിയ ആളുകൾക്ക് അല്ലാഹു നൽകുന്ന മഹത്വം. എല്ലാം പ്രകാശമായിരുന്നു. നബി തങ്ങളുടെ ശരീരത്തിൽ നിന്ന് പോലും പ്രകാശമുണ്ടായിട്ടുണ്ടത്രേ. ആയിഷത്ത് ബീവി റളിയല്ലാഹു തആല അൻഹ അന്നൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ അവിടുത്തെ പരിശുദ്ധമായ നെറ്റിയിൽ നിന്നും ഒരു വിയർപ്പ് കണം ഉറ്റി വീഴുന്നു. ആ ഉറ്റുന്ന വിയർപ്പിന്റെ കഷ്ണത്തിൽ, വിയർപ്പിന്റെ തുള്ളിയിൽ പ്രകാശം കണ്ടു ആയിഷ റളിയല്ലാഹു അൻഹ. മഹദി റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ അപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. എന്നോട് നബി തങ്ങൾ ചോദിച്ചു, മാലകി ബുഹിജ്ജി, ആയിഷ നിങ്ങൾ എന്താണ് പേടിച്ചു പോയോ? എന്താ നിങ്ങൾ പരിഭ്രാന്തരായി നിൽക്കുന്നത്, പരിഭ്രാന്തി പിടിച്ച പോലെ നിൽക്കുന്നത്? ആയിഷ ബീവി, എന്താ നിങ്ങൾ അത്ഭുതത്തോടെ എന്നെ നോക്കുന്നത്? നബിയേ, ജഅല ജബീനുക യഅരിഖു, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ നെറ്റിത്തടത്തിൽ നിന്ന് വിയർപ്പുണ്ടാവുകയും വജഅല ഇർഖുഹു യതവല്ലദു നൂറാ, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ വിയർപ്പിൽ നിന്നും പ്രകാശം ഉണ്ടാകുന്നത് ഞാൻ കണ്ടു. അത് കണ്ടുകൊണ്ട് അത്ഭുതപ്പെടുകയാണ്. അങ്ങയുടെ വിയർപ്പ്, ആ വിയർപ്പ് തുള്ളിയിൽ പ്രകാശമുണ്ട്. വലൗ റആക അബൂ കബീറുൽ ഹുദലി ലഅലിമ അന്നക ഔലാ ബിശ്ഇരി, നബിയേ, അബൂ കബീറുൽ ഹുദലി ഒരു പാട്ട് പാടിയിട്ടുണ്ടല്ലോ, അത് അങ്ങയെ പറ്റി പാടിയതുപോലെ അദ്ദേഹം വിചാരിക്കും അത് അങ്ങയെ പറ്റിയായിരുന്നു പാടേണ്ടിയിരുന്നത്. വമുബറഉം മിൻ കുല്ലി ഗബ്റതി ഹൈളത്തിൻ ومبرأ من كل غبرة حيضة وفساد مرضعة وداء مغيل. ومبرأ من كل غبرة حيضة وفساد مرضعة وداء مغيل. وإذا نظرت إلى أسرة وجهه برقت بروق العارض المتهلل. പരിശുദ്ധമായ കവിൾ തടത്തിൽ തിളങ്ങുന്ന വിയർപ്പ് തുള്ളികൾ ഉള്ളവരെ എന്ന് അബൂ കബീറുൽ ഹുദലി പാടിയത് നബിയെ അങ്ങേ പറ്റിയാണോ എന്ന് എനിക്ക് തോന്നുന്നു എന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ, മുത്തനബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ഹബീബിനെ വർണ്ണിക്കുകയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. വമുബറഉം മിൻ കുല്ലി ഗബ്റതി ഹൈളത്തിൻ വഫസാദി മുർദിഅത്തിൻ വദാഇ മഗീലി. وإذا نظرت إلى أسرة وجهه برقت بروق العارض المتهلل. ഹബീബായ നബിയുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് സ്വഹാബിമാർ കണ്ടത് ഇമാം ത്വബറാനി ഉദ്ധരിക്കുന്നുണ്ട്. വറഅയ്നാ കഅന്ന അന്നൂറ യഖ്റുജു മിൻ ഫീഹി, ഹബീബായ നബി തങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ പരിശുദ്ധമായ വായയിൽ നിന്ന് വെളിച്ചം വരുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് ഹബീബിന്റെ സ്വഹാബിമാർ. ഖദ് ജാഅകും മിനല്ലാഹി നൂർ, ഇത് പ്രകാശമല്ലേ ഹബീബുനാ റസൂലുള്ളാഹ്. ഹിസ്സിയായ പ്രകാശമാണ്, മഅനവിയായ പ്രകാശമാണ്. അല്ലാഹുവിന്റെ റിസാലത്താണ് ഹബീബ് കൊണ്ടുവന്നത്. ആ ശരീരത്തിലും വെളിച്ചമുണ്ട്, അവിടുത്തെ ആശയത്തിലും വെളിച്ചമുണ്ട്, അവിടുത്തെ ചിന്തകളിലും വെളിച്ചമുണ്ട്. വെളിച്ചമേ വെളിച്ചം, നൂറുൻ അലാ നൂർ. ഹബീബായ നബി തങ്ങൾ വെളിച്ചമായിരുന്നുവല്ലോ. അപ്പൊ നന്നായിട്ടുണ്ട്, നല്ല മാറ്റമുണ്ട്. അതുകൊണ്ടാണ് സ്വഹാബിമാർ പറഞ്ഞത് വറഅയ്നാ കഅന്ന അന്നൂറ യഖ്റുജു മിൻ ഫീഹി, ഹബീബിന്റെ വായയിൽ നിന്ന് വെളിച്ചം വരുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ വായയിൽ നിന്ന് വെളിച്ചം. ഇമാം ത്വബറാനി ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസ്, അൻത നൂറുൻ ഫൗക നൂരി അൻത മിസ്ബാഹുസ് സുദൂരി, ഹബീബേ അങ്ങ് നൂറിന്റെ മേൽ നൂറല്ലയോ നബിയേ,
അൻത മിസ്ബാഹുസ് സുദൂരി, ഹൃദയങ്ങളുടെ വെളിച്ചമേ, ഹൃദയങ്ങളുടെ ദീപങ്ങളെ, ഹൃദയങ്ങളെ തൊളുത്തി വെക്കാൻ കഴിവുള്ള, ഹൃദയങ്ങളിൽ പ്രകാശം തിരിച്ചു വെക്കാൻ കഴിവുള്ള തെളിമയാർന്ന പ്രകാശമല്ലയോ നബിയേ നിങ്ങൾ. ഓ മൗലായേ സുബുൽ ഖതമുർ റസൂൽ മൗലായ കുൽ ജിസ്നെ ഗുബാറെ റാഹ് കോ ബഖ്ഷാ ഫറൂഗെ വാദിയേ സീന. സീനാ മലമടക്കുകളിൽ പ്രത്യക്ഷമായ പ്രകാശമേ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വജാനായേ സുബുൽ ഖതമുർ റസൂൽ മൗലായ കുൽ ജിസ്നെ, നബിയായിരുന്നുവല്ലോ ലോകത്ത് വന്നവരിൽ ഏറ്റവും ബുദ്ധിമാനിയായിരുന്നവർ ഹബീബായ നബിതങ്ങളാണ്. മൗലായ കുൽ, എല്ലാവരുടെയും നേതാവ്. ജിസ്നെ ഗുബാറെ റാഹ് കോ ബഖ്ഷാ ഫറൂഗെ വാദിയേ സീന, പൊടിപടലങ്ങൾ തങ്ങി നിൽക്കുന്ന, ഇരുൾമുറ്റി നിൽക്കുന്ന വഴികൾക്ക് നൽകിയത് ഫറൂഗെ വാദിയെ സീന. സീന പർവ്വതത്തിലെ പ്രകാശമേതോ, അള്ളാഹുവിന്റെ പ്രകാശമേതോ, ആ പ്രകാശം നബിയെ അങ്ങ് ഇരുൾമുറ്റിയ ലോകങ്ങൾക്ക് കൈമാറിയ നൂറാണ് നബിയെ അങ്ങ്. അതുകൊണ്ട് തന്നെ നിഗാഹേ ഇഷ്ഖ് മസ്തി മേ വഹി അവൽ വഹി ആഖിർ വഹി ഖുർആൻ വഹി ഫുർഖാൻ വഹി ത്വഹ വഹി യാസീൻ. സ്നേഹിക്കാനും അനുരാഗത്തിനും പ്രേമത്തിനും നിങ്ങൾ ഒരാളെ തെരഞ്ഞു നടക്കേണ്ടതുണ്ടോ? ഹബീബുണ്ടെങ്കിൽ പ്രേമത്തിൽ ആദ്യവും അവസാനത്തേതും ഹബീബായ നബിതങ്ങൾ തന്നെ. സ്നേഹിക്കാൻ ആദ്യത്തവരും അവസാനത്തവരും ഹബീബായ നബിതങ്ങൾ തന്നെയല്ലോ. നൂർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇദാ തകല്ലം, ഹബീബായ നബിതങ്ങൾ ഞങ്ങളോട് സംസാരിക്കുമ്പോൾ ആ പരിശുദ്ധമായ വായിലേക്ക് ഞങ്ങൾ നോക്കി നിൽക്കുമ്പോൾ ഹബീബിന്റെ പരിശുദ്ധമായ മുൻപല്ലുകൾക്കിടയിലൂടെ വെളിച്ചം വരുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം സർഖാനി തങ്ങൾ തുർമുദി ഇമാമിന്റെയും ദാരിബിയുടെയും അവരുടെ സുനനുകളെ, ഹദീസ് ഗ്രന്ഥങ്ങളെ ആസ്പദമാക്കി ഉദ്ധരിച്ചിട്ടുണ്ട്. നബിതങ്ങളുടെ പരിശുദ്ധമായ പല്ലുകൾക്കിടയിൽ നിന്ന് പ്രകാശം വന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് ഹബീബിനെ സാധാരണത്വം പറഞ്ഞ് ഹബീബായ നബിതങ്ങളെ താറടിച്ച് കാണിക്കരുതേ. നബിതങ്ങളെ പോലെയാണോ നമ്മൾ? ഹബീബിനെ പോലെയാണോ മറ്റുള്ള മനുഷ്യർ? ഹബീബിന്റെ ഈ പ്രത്യേകത ആർക്കാണുള്ളത്? ആർക്കാണ് കിട്ടിയത്? ലഹു നൂറുൻ യഅലൂ. ഹബീബിനെ കുറിച്ചുള്ള ശമായിലിൽ ഇമാമുന തുർമുദി റളിയല്ലാഹു അൻഹു ഹബീബിന്റെ ശാരീരികമായ അവിടുത്തെ ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻസ് പറഞ്ഞപ്പോ, ഹബീബായ നബി തങ്ങളുടെ ശാരീരിക വിവരണങ്ങൾ പറഞ്ഞപ്പോ ലഹു നൂറുൻ യഅലൂ, ഹബീബായ നബി തങ്ങൾക്കൊരു പ്രകാശമുണ്ട്. ആ പ്രകാശം ഉയരുന്നത്, ഹബീബിന്റെ മുഖത്ത് തെളിയുന്നത് വളരെ വ്യക്തമായി കാണുന്നവർക്ക് കാണാൻ കഴിയുമായിരുന്നു അത്ര. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖദ് ജാഅകും മിനല്ലാഹി നൂർ. قد جاءكم من الله نور وكتاب مبين. തീർച്ചയായും അല്ലാഹുവിന്റെ നൂറും കിതാബും നിങ്ങൾക്ക് വന്നിരിക്കുകയാണ്. യഹ്ദീ ബിഹില്ലാഹു മനിത്തബഅ റിദ്വാനഹു സുബുലസ്സലാം. ആ പ്രകാശമല്ലയോ ഹബീബിന്റെ സ്വഹാബിമാർക്ക് കിട്ടിയത്? മുത്തുനബിയുടെ കൂടെ ഇരിക്കുന്നു രണ്ട് സ്വഹാബിമാർ, ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു, അബ്ബാദ് ഇബ്നു ബിശ്ർ റളിയല്ലാഹു അൻഹു, രണ്ട് സ്വഹാബിമാർ. ഉസൈദ് ഇബ്നു ഹുദൈർ എന്നവരും അബ്ബാദ് ഇബ്നു ബിശ്ർ എന്നവരും അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഫീ ലൈലത്തിൻ ളൽമാ, നല്ല ഇരുളുള്ള ഒരു രാത്രിയിൽ ഹബീബായ നബി തങ്ങളുടെ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ടോർച്ചില്ല കയ്യിൽ, വെളിച്ചമില്ല, സ്ട്രീറ്റ് ലൈറ്റുകളില്ല, ഒന്നുമില്ല. ആ സമയം ഹബീബായ നബി തങ്ങളുടെ സദസ്സിൽ നിന്നും എഴുന്നേറ്റ് പോകുന്ന ഹബീബിന്റെ സ്വഹാബിമാരായ ഉസൈദ് റളിയല്ലാഹു അൻഹുവിന്, അബ്ബാദ് റളിയല്ലാഹു അൻഹുവിന്, അവർ രണ്ടുപേരും പോകുന്ന വഴിയിൽ അവരുടെ വടി പ്രകാശിക്കാൻ തുടങ്ങുന്നു. ഇമാം ബുഖാരി ഉദ്ധരിച്ച സംഭവമാണിത്.
ഇമാം ബുഖാരി തങ്ങളുടെ സ്വഹീഹിലാണ് ഈ സംഭവം കാണുന്നത്. മഹാന്മാരായ ഈ രണ്ട് സ്വഹാബിമാർ നടന്നു പോകുമ്പോൾ അവരുടെ വടിയുടെ ഒരറ്റം പ്രകാശിക്കുകയാണ്. കറാമത്ത് സംഭവിക്കുന്നു. ഏതൊരു ഉമ്മത്തിയുടെ കറാമത്തും അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ മുഅ്ജിസത്തിന്റെ ഭാഗമാണത്രേ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ബാദ് ഇബ്നു ബിശ്ർ റളിയല്ലാഹു അൻഹുവും ഉസൈദ് ഇബ്നു ഹുദൈർ എന്നവരും രണ്ട് വഴിക്ക് അവരുടെ വീടുകളിലേക്ക് മാറിപ്പോകുമ്പോൾ രണ്ടാളുടെയും വിരൽത്തുമ്പുകൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന വടി പ്രകാശിച്ചു കൊണ്ടിരുന്നു വീട്ടിലെത്തുന്നത് വരെ എന്ന് പരിശുദ്ധമായ ഹദീസുകളിൽ ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. രണ്ടുപേർ ഒരുമിച്ച് നടക്കുമ്പോ ഒരാളുടെ വടി പ്രകാശിക്കുന്നു. രണ്ടുപേരും രണ്ട് വഴിക്ക് പോകുമ്പോൾ രണ്ടുപേരുടെയും വടികൾ പ്രകാശിച്ചതായി ഇമാമുന ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്തിനേറെ പറയണം, നൂറായ നബി തങ്ങളുടെ പ്രകാശം കിട്ടിയ സ്വഹാബിയാണ് തുഫൈൽ ഇബ്നു അംർ അദ്ദൗസി റളിയല്ലാഹു അൻഹു. തുഫൈൽ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം ഇസ്ലാം സ്വീകരിച്ചത് അത്ഭുതകരമായൊരു സംഭവമാണ്. ആ സമയത്ത് തുഫൈൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഞാൻ എന്റെ സമൂഹത്തെ അല്ലാഹുവിലേക്ക് ക്ഷണിക്കട്ടെയോ? ഞാൻ എന്റെ സമൂഹത്തെ അല്ലാഹുവിലേക്ക് ക്ഷണിക്കാൻ പോകുന്നു നബിയെ. ഹബീബായ നബി തങ്ങളോട് സമ്മതം ചോദിക്കുന്നു. ഇബ്അസ്നി ഇലൈഹിം വജ്അൽ ലീ ആയ. നബിയെ, എന്നെ അവരിലേക്ക് അയക്കുക, എനിക്കങ്ങൊരു ദൃഷ്ടാന്തവും തരണം നബിയെ. ഒരു ദൃഷ്ടാന്തം വേണം. ഞാൻ അങ്ങയുടെ സ്വഹാബിയാണ്, മുസ്ലിമാണ്, ഞാൻ വിളിക്കുന്ന ഈ മാർഗം സത്യമാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നബിയെ എനിക്കൊരു ദൃഷ്ടാന്തം അങ്ങ് തരണം. മുത്തനബി തങ്ങൾ ദുആ ചെയ്യുന്നു. ദുആ, അല്ലാഹുമ്മ നവ്വിർ ലഹു, അല്ലാഹുമ്മ നവ്വിർ ലഹു. അല്ലാഹുവേ, തുഫൈലിന് നീ പ്രകാശം കൊടുക്കണേ, തുഫൈലിനെ പ്രകാശിപ്പിച്ചു കൊടുക്കണേ. തുഫൈൽ റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോൾ രണ്ട് കണ്ണുകൾക്കിടയിൽ നിന്ന് ശക്തമായ പ്രകാശം വരാൻ തുടങ്ങിയില്ലേ? പരിശുദ്ധ ഹദീസുകളിൽ കാണാം, ശക്തമായ പ്രകാശം കണ്ണുകൾക്കിടയിൽ. മഹാനവറുകൾ അല്ലാഹുവിനോട് ദുആ ചെയ്തു, റബ്ബേ, യാ റബ്ബ്, അഖാഫു അൻ യഖൂലു മുസ്ലഹ്. അല്ലാഹുവേ, എനിക്കൊരു ശിക്ഷ കിട്ടിയതാണോ എന്ന് എന്റെ കണ്ണിന്റെ ഇടം പ്രകാശിക്കുന്നത് കാണുമ്പോ, കണ്ണുകൾക്കിടയിലുള്ള ഭാഗം പ്രകാശിക്കുന്നത് കാണുമ്പോൾ ഇതൊരു ശിക്ഷയാണോ എന്ന് ആളുകൾ വിചാരിച്ചു പോകും. അതുകൊണ്ട് അല്ലാഹുവേ, ഈ അടയാളം എനിക്ക് മറ്റൊന്നിലേക്ക് മാറ്റിത്തരണം. അങ്ങനെയാണ് തുഫൈൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ തന്റെ ചാട്ടവാറിന്റെ അറ്റം പ്രകാശിക്കാൻ തുടങ്ങി. അതിശക്തമായ പ്രകാശം. രാത്രിയിൽ ആ ചാട്ടവാറൊന്ന് വീശിയാൽ പ്രകാശം, ചാട്ടവാറ് പിടിച്ച് നടന്നാൽ പ്രകാശം. നൂറാണ്. എവിടെന്ന് കിട്ടിയ നൂറാണ്? മുഅ്ജിസത്തായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തുകളുടെ ഭാഗമായി ഹബീബിന്റെ മുഅ്ജിസത്തിൽ നിന്നും പിടിച്ചെടുത്ത കറാമത്ത് മഹാനായ സ്വഹാബി തുഫൈൽ റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു നൽകുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قد جاءكم من الله نور وكتاب مبين. അല്ലാഹുവിന്റെ നൂറ് വന്നിട്ടുണ്ട് എന്നല്ലേ ഖുർആനി പറയുന്നത്? ആ നൂറിനെ നമുക്ക് സ്വീകരിക്കണ്ടയോ? പരിശുദ്ധ റബീഉൽ അവ്വൽ വരുമ്പോഴേക്കും റബീഉൽ അവ്വലിൽ ഹബീബിനെ ഓർക്കുന്നത്, ഹബീബിന്റെ അപദാനങ്ങൾ വാഴ്ത്തുന്നത്. റബീഉൽ അവ്വൽ മൗസിമു റസൂലില്ലാഹ്, മൗസിമു മദീഹ് റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പാടുന്ന ഒരു അവസരമാക്കി മാറ്റുന്നത് പോലും ഇസ്ലാമിൽ പാടില്ല എന്ന് പറയുന്ന എന്റെ പൊന്നു സഹോദരന്മാരോടൊന്ന് പറയട്ടെ, ഇത് പാടില്ല എന്ന് പറഞ്ഞാൽ എന്താണ് പിന്നെ നിങ്ങൾ പാടുണ്ട് എന്ന് പറയുക? ഹബീബായ നബിയല്ലേ നമ്മൾ ഓർക്കുന്നത്? ഹബീബായ നബി തങ്ങളല്ലേ നമ്മുടെ ഹിദായത്തിന്റെ വെളിച്ചം? ആ വെളിച്ചം അല്ലാഹു നൽകിയതിനെ അല്ലാഹു തആല നിങ്ങൾക്കിതാ വന്നിരിക്കുന്നു എന്ന് എത്ര തവണയാണ് ഖുർആനിൽ പറഞ്ഞത്? ഖദ് ജാഅകും റസൂലുനാ, നമ്മുടെ റസൂലിതാ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. ഖദ് ജാഅകും റസൂലുനാ, നമ്മുടെ റസൂലല്ലേ നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. സൂറത്തു തൗബയുടെ അവസാന ഭാഗം, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, ഒരു ഖിറാഅത്ത് പ്രകാരം മിൻ അൻഫസികും, നിങ്ങളിൽ ഏറ്റവും വിലപിടിപ്പുള്ളവരിൽ നിന്ന്,
നിങ്ങളിലെ ഏറ്റവും യോഗ്യന്മാരിൽ നിന്ന്, നിങ്ങളിലെ ഏറ്റവും മഹദി മഹാന്മാരിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു നിങ്ങൾക്ക് തന്നില്ലയോ? ലഖദ് ജാഅകും, ഇതാ വന്നിരിക്കുന്നു. എന്താണ് അതിന്റെ അർത്ഥം? വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെന്ന് സ്വീകരിക്കേണ്ടയോ? നിങ്ങളുടെ പടിവാതിലിക്കൽ ഒരു അതിഥി എത്തി എന്ന് പറയുമ്പോ ആ അതിഥിയെ നമ്മൾ ചെന്ന് സ്വീകരിക്കുന്ന പോലെ നിങ്ങൾ ഹബീബായ നബി തങ്ങളെ കൈപിടിച്ച് സ്വീകരിക്കേണ്ട പോലെ, ഹബീബായ നബി തങ്ങളുടെ മാസമല്ലേ വരുന്നത്, ഹബീബിനെ ഓർക്കേണ്ട സമയമല്ലേ വന്നിരിക്കുന്നത്. എന്താ നിങ്ങൾ ഹബീബിനെ ഓർക്കാത്തത്? എന്റെ റസൂലിനെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നബി തങ്ങൾ ലോകത്തേക്ക് വന്ന് പ്രവാചകത്വം കിട്ടിയതിന് ശേഷം 15 വർഷത്തോളം കഴിഞ്ഞതിന്റെ ശേഷം, അതായത് ഹബീബായ നബി തങ്ങൾക്ക് 55 വയസ്സോ അതിലേറെയോ ആയ സമയങ്ങളിലാണ് എന്റെ റസൂലിദാ വന്നു, എന്റെ നബീദാ വന്നു, എന്റെ ഹബീബിദാ വന്നിരിക്കുന്നു എന്ന് വീണ്ടും അല്ലാഹു പറയുന്നത് നബി തങ്ങൾ ജനിച്ച നേരത്തെ കുറിച്ചല്ല. മദീനയിൽ വന്നതിന്റെ ശേഷം സൂറത്തു തൗബ ഇറങ്ങുമ്പോ സൂറത്തുൽ മാഇദയിൽ എന്റെ റസൂലിദാ വന്നിരിക്കുന്നു, ആ ഒരു വരവിനെ ഉണർത്തുകയാണ് വീണ്ടും വീണ്ടും. എന്റെ ഹബീബ് നിങ്ങളോടൊപ്പമുണ്ട്, എന്റെ ഹബീബ് നിങ്ങൾക്ക് വന്നിരിക്കുന്നു, ആ സൗഭാഗ്യം മറക്കല്ലേ എന്ന് പറയാൻ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തോ താബിഈങ്ങളുടെയോ സ്വഹാബത്തിന്റെയോ കാലഘട്ടങ്ങളിൽ ഇതുപോലെയുള്ള ആചാരങ്ങൾ നടന്നില്ല എന്നതിന്റെ പേരിൽ ഇസ്ലാമിൽ നടക്കുന്ന ആചാരങ്ങൾ മുഴുവനും തെറ്റാണ് എന്നോ ബിദ്അത്താണ് എന്നോ ബിദ്അത്തുൻ മുൻകറത്താണ് എന്നോ ബിദ്അത്തുൻ സയ്യിഅത്തുകളാണ് എന്നോ എങ്ങനെയാണ് വിധി എഴുതാൻ പറ്റുന്നത്?